ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു LSS സീരീസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് LSS മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. LSSന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളെ LSSലെ കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് LSS നേടിയെടുക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഒരു യൂസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ആക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക. ആദ്യത്തെ ചോദ്യം ഒരു ഇംഗ്ലീഷിൽ വരുന്നതാണ്. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ. എന്താണ് ഓഡ് വൺ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒറ്റയ്ക്കുള്ളത് ആരാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഏതൊക്കെ വേർഡ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്? ജെന്റ്ലി, സ്വിഫ്റ്റ്ലി, പ്ലസന്റ്ലി, പുള്ളിഡ്. ഒരാൾ മാത്രം കൂട്ടത്തിൽ പെടാത്തതാണ്. അതേതാണ്? ജെന്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായിട്ട്. സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ, വേഗതയിൽ. പ്ലസന്റ്ലി എന്ന് പറഞ്ഞാൽ ആനന്ദകരമായി, നല്ല സന്തോഷത്തിൽ. പുള്ളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിച്ചു. ആൻസർ ഏതാ വരിക? പുള്ളിഡ്. കാരണം അത് മാത്രമാണ് ഒരു പ്രവൃത്തി, വലിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി. മറ്റേതൊക്കെ എന്താണ്? നന്നായി ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒരു പ്രവൃത്തിയെ വിവരിക്കുന്ന ഒരു സംഭവമാണ്. നന്നായി ചെയ്തു, അല്ലെങ്കിൽ വേഗത്തിൽ, അല്ലെങ്കിൽ നല്ല സന്തോഷത്തിൽ എന്നൊക്കെ പറയുമ്പോൾ. പുള്ളിഡ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ക്രിയയാണ്, ഒരു ആക്ഷനാണ്. അത് ഏതു വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? 1885, 1887, 1895, 1875. ഉത്തരം 1885. അടുത്ത ചോദ്യം, റോമൻ അക്കത്തിൽ 200 എങ്ങനെ എഴുതും? റോമൻ സംഖ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് LSSന് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും. റോമൻ സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വിശദമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റിൽ ലിങ്ക് എന്ന് കമൻ്റ് ആക്കുക. 200ൻ്റെതാണ് ചോദിച്ചത്. അതിനാദ്യം നമ്മൾ എങ്ങനെ ചെയ്യണം? ആദ്യം 200നെ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് എന്ന് മാറ്റി എഴുതണം. 200ൽ ഒറ്റ വൺസും ഇല്ല, 0ആണ്. ടെൻസും 0 ആണ്. ഹൺഡ്രഡ്സ് 2 ഹൺഡ്രഡ്സ് ഉണ്ട് 200 എന്ന് പറയുമ്പോൾ. സോ നമുക്കറിയാം റോമൻ സംഖ്യയിൽ സി എന്ന് പറഞ്ഞാലാണ് 100 എന്ന്. നമുക്ക് 200 വേണ്ടത്. സോ സി എന്ന് എഴുതിയാൽ 200. റോമൻ സംഖ്യയിൽ എഴുതാൻ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞാലേ നമ്മൾക്ക് റോമൻ സംഖ്യയിൽ എഴുതാൻ പറ്റുള്ളൂ, ഈസി ആയിരിക്കും. സോ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പോയി കാണാം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഥകളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ഏത്? എ ചെണ്ട, ബി മദ്ദളം, സി ചേങ്ങില, ഡി മൃദംഗം. ഉത്തരം മദ്ദളം. സോ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നെക്സ്റ്റ് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.